ആലുവയിൽ മുട്ട കയറ്റി വന്ന ലോറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ലോറി വർക്ക്ഷോപ്പിലേക്ക് പാഞ്ഞു കയറി 2 കാറുകളിൽ ഇടിച്ചു. ആയിരക്കണക്കിന് മുട്ട പൊട്ടി റോഡിൽ ഒഴുകി വീണു. വിഷ്ണു വിവരങ്ങളുമായി സ്ഥലത്തു നിന്നും ചേരുന്നു. വിഷ്ണു, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? സ്ഥലത്ത് ഇനി അത് ശുചീകരണ പ്രവൃത്തികളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ സുഗമമായി ഗതാഗതം നടക്കൂ എന്നുണ്ടോ? ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയായിരുന്നു ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിൽ ഈ ബസ് വന്ന് മുട്ടവണ്ടിയിൽ ഇടിച്ചുണ്ടായ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഈ മുട്ടവണ്ടിയിൽ ഇടിച്ച ശേഷം ആ സമീപത്ത് കിടന്ന ഒരു വർക്ക്ഷോപ്പിന്റെ പരിസരത്തായിരുന്നു ഈ ബസ് പുറകിൽ നിന്ന് വന്ന് മുട്ടവണ്ടിയെ ഇടിക്കുന്നു. അതിനുശേഷം ഈ സമീപത്തുണ്ടായിരുന്ന വർക്ക്ഷോപ്പിന്റെ മതിലിടിച്ചാണ് ഈ മുട്ടവണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ വഴിയിൽ തന്നെ ഉണ്ടായിരുന്ന 2 കാറുകളിലും ഇടിച്ചുണ്ടായ ഒരു അപകടമായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ക്രിസ്മസ് വിപണിയെല്ലാം കണക്കിലെടുത്ത് വലിയ വണ്ടി, ഒരു പിക്കപ്പ് വാഹനം നിറയെ മുട്ടയുമായിട്ടായിരുന്നു ഈ വണ്ടി വന്നത്. അതിലുണ്ടായിരുന്ന 20,000-ഓളം വരുന്ന മുട്ടകളുണ്ടായിരുന്നു. അതെല്ലാം പൊട്ടി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ഫയർഫോഴ്സ് അടക്കം വന്ന് ഈ റോഡെല്ലാം ക്ലിയറാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു വിശേഷമാണ്. ഇപ്പോൾ വേറെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ ഈ വാഹനത്തിന് പറ്റിയ ഒരു പരിക്കും ഇത്രയും മുട്ട പൊട്ടിപ്പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് ഉള്ള ഒരു പ്രദേശവാസിയുണ്ട്. ചേട്ടൻ, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ഇത്? പെരുമ്പാവൂരിൽ നിന്ന് ആലുവയ്ക്ക് പോണ പിക്കപ്പ് മുട്ട കയറ്റി പോയായിരുന്നു. അത് ഒരു ബസ് പുറകെ നിന്ന് ഇടിച്ചിട്ട് മറ്റു വണ്ടിയും വന്ന് ഇടിച്ചാണ്. ഈ മുട്ട വണ്ടി ഫുൾ ലോഡായിരുന്നു. പോയിട്ട് മുട്ട 10 റോട്ടിൽ പോയി. ഈ ബസ് പുറകിൽ നിന്ന് വന്ന് ഇടിച്ചതായിരുന്നു. ബസ് പുറകെ നിന്ന് ഇടിച്ചാണ്. മുട്ട ആ വണ്ടിക്ക് പിക്കപ്പിന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇടിച്ചു പോയതാണ്. ഇടിച്ച് വർക്ക്ഷോപ്പിന്റെ സൈഡിലേക്ക് ഇടിച്ചു കയറി. അവിടെ കിടന്ന റോഡിൽ കിടന്ന വണ്ടി, വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ കിടന്ന വണ്ടി, 2 വണ്ടിക്ക് ആക്സിഡന്റ് പരിക്കുപറ്റിയിരുന്നു. ഈ ആളുകൾക്കൊന്നും കുഴപ്പമില്ല. ചെറിയ ഒരു പരിക്കുള്ളൂ ഡ്രൈവർക്ക്. ശേഷം അവർ യാത്ര തുടരുകയാണ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറഞ്ഞ് പോയി. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോയത്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ല. ഈ ബസ്സിലുണ്ടായിരുന്നവർക്കാണെങ്കിൽ അതുപോലെ ഈ അതേതായാലും വലിയ ആശ്വാസകരമായ കാര്യമാണ്. ആർക്കും പരിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ അപ്പോഴും ഇത്രയധികം നഷ്ടമുണ്ടായിരിക്കുന്നു. പിന്നെ ഒന്ന് മുട്ടയാണ്. നമുക്കറിയാം, മുട്ട വീണ് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കും തോറും അത് വീണ്ടും കൂടുതൽ രൂക്ഷമായ പ്രശ്നത്തിലേക്കാണ് പോവുക. ഏതായാലും ഫയർഫോഴ്സ് എത്തി അവിടെയൊക്കെ വൃത്തിയാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് ഗതാഗതവും പഴയതുപോലെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.